ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കാണിത്. നമ്മൾ നോക്കുന്ന ചാപ്റ്റർ 1 മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ. മിഡീവൽ ഇന്ത്യയുടെ 2ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ എവിടെയാണോ പാർട്ട് 1 ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അതിനുശേഷം വരുന്ന, അതായത് വിജയനഗര എംപയർ തൊട്ട് ഇതിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ്, അതായത് മുഴുവൻ ചാപ്റ്ററും കവർ ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വിജയനഗര റൂളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഗൾ റൂളിനെ കുറിച്ചിട്ടായിരുന്നു. മുഗൾ എംപറേഴ്സ് ആരൊക്കെയാണ്, ബാബർ, അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയുന്നത് വിജയനഗര റൂളാണ്. സൗത്ത് ഇന്ത്യ ഭരിച്ച വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടാണ്. ഹോപ്പ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ മുഗൾ ഡൈനാസിറ്റി ദാറ്റ് റൂൾ ഡൽഹി ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്ന മുഗൾ ഭരണത്തിനെ കുറിച്ച്, മുഗൾ ഡൈനാസിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് ഡൈനാസിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് ഡൈനാസിറ്റീസ് അന്ന് കാലത്ത് സൗത്ത് ഇന്ത്യയിലും നിലനിന്നിരുന്നു. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഇതെല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ സൗത്ത് കിടക്കുന്ന, ഇന്ത്യയുടെ സൗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ. അത് സൗത്ത് ഇന്ത്യ എന്നാണ് അന്ന് മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത്. അത് മോസ്റ്റ് പ്രോമിനൻ്റ് എമംഗ് ദം വാസ് ദ വിജയനഗര കിങ്ഡം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്രാജ്യമായിരുന്നു വിജയനഗര കിങ്ഡം. എന്താണ് വിജയനഗര കിങ്ഡം? ഹംപി എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. വിജയനഗര എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് വിക്ടറി എന്നാണ് അർത്ഥം. വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. ഒരു സിറ്റിയുടെയും അതേപോലെ ഒരു രാജവംശത്തിൻ്റെയും പേരാണ് ഈ വിജയനഗര എന്നുള്ളത്. ദ സിറ്റി വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ 1565 CE ആൻഡ് റിമൈൻഡ് ഓൺലി ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. 1565 കാലഘട്ടത്തിൽ ഈ നഗരം നശിപ്പിച്ചു, ഡിസ്ട്രോയ് ചെയ്തു. ഇറ്റ് റിമൈൻഡ് ഇൻ ദിയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി. ഇപ്പോൾ ഹംപി എന്ന് പറയുന്ന ആ ഒരു മെമ്മറിയിൽ അത് ഒതുങ്ങി നിൽക്കുകയാണ്. ദ റൂയിൻസ് ഓഫ് ഹംപി വർ ഡിസ്കവർഡ്. അപ്പോൾ ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ഹംപി എന്ന് പറയുന്ന സ്ഥലം. ഈ ഹംപി എന്ന് പറയുന്നതിലത്തെ കുറേ കാര്യങ്ങൾ 1800 കേണൽ മെക്കൻസി വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസറാണ്. അദ്ദേഹം വന്ന് ഡിസ്കവർ ചെയ്തു. ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം ഡിസ്കവർ ചെയ്തെടുക്കുകയാണ്. ആൻഡ് ദിസ് ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര. അങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഗവേഷണം നടത്തുന്ന റിസർച്ചേഴ്സിൻ്റെ ശ്രദ്ധ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് വിജയനഗരം എന്നുള്ള ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വരുന്നത്. സോ നമുക്ക് നോക്കാം. ഇതാണ് വിജയനഗര സാമ്രാജ്യം. അപ്പോൾ വിജയനഗര സാമ്രാജ്യം ഭരിച്ച പോപ്പുലറായ രാജാവായിരുന്നു കൃഷ്ണദേവരായ. അപ്പോൾ അദ്ദേഹം അന്ന് ഭരിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളാണ് വിജയനഗര സാമ്രാജ്യം. ഈ ഒരു ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പിങ്ക് കളർ ഷെയ്ഡിലുള്ളതാണ് വിജയനഗര സാമ്രാജ്യം. ലിസ്റ്റ് ഔട്ട് ദ പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ എബവ് മാപ്പ്. അപ്പോൾ മേലെ തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് ഇന്നത്തെ വിജയനഗരം ഉൾപ്പെടുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, തെലങ്കാന, ഗോവയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് നോക്കാം, ഗോവയും കൂടെ ചെറുതായിട്ട് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഇനി വിജയനഗര സാമ്രാജ്യം ഭരിച്ച രാജാക്കന്മാരാരാണ്, ഏതൊക്കെ രാജവംശങ്ങൾ കടന്നു വന്നു എന്ന് നോക്കാം. സംഗമ ഡൈനാസിറ്റി ആണ്. സംഗമ ഡൈനാസിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള രാജാക്കന്മാർ ഹരിഹരനും ബുക്കനും. ഹരിഹര, ബുക്ക. സലുവ ഡൈനാസിറ്റിയാണ്, നരസിംഹ സലുവ. തുളുവ ഡൈനാസിറ്റിയാണ്, വീര നരസിംഹ കൃഷ്ണദേവരായ. ഈ 2 രാജാക്കന്മാരാണ് ഈ ഒരു രാജവംശത്തിലുണ്ടായിരുന്നത്. അരവിഡു ഡൈനാസിറ്റിയാണ്, തിരുമലയും വെങ്കിട്ട ഫസ്റ്റും. ഓക്കെ. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336 ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറഞ്ഞ 2 സഹോദരങ്ങളാണ്. കൃഷ്ണദേവരായ പിന്നെ 1509 1529 കാലഘട്ടത്തിലാണ് കൃഷ്ണദേവരായ വരുന്നത്. തുളുവ ഡൈനാസിറ്റി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര.
ഇനി നമുക്ക് നോക്കാം, ലെറ്റ്സ് നോട്ട് ദ വേർഡ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രാവലർ ബാർബോസ എബൌട്ട് ഹിം. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 നമ്മൾ പറഞ്ഞു. ഇനി ബാർബോസ പറയുന്നത്, The king allowed such freedom that anyone, irrespective of being Christian, Jew, Moor or Heathen, can come and go and live according to his creed without being annoyed in any way. അപ്പോൾ അന്ന് ഏത് മതമെന്നോ ജാതിയെന്നോ ഇല്ല, ആർക്ക് വേണമെങ്കിലും വരാം, ആരും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരുള്ള പ്രശ്നങ്ങളില്ല. ഇക്വാലിറ്റി വാസ് എൻഷുർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസന്റ് ദർ. അവിടെ നല്ലൊരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു, എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തിയിരുന്നു. അപ്പോൾ ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഭയങ്കരമായിട്ട് വിപുലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Lot of construction works were carried out during his reign, apart from constructing more facilities in the capital city of Hampi. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ്, ക്യാപിറ്റൽ സിറ്റിയാണ് ഹംപി, അത് വേണം. പിന്നെ അദ്ദേഹം കോട്ടകൾ, പാലസ്, ടെമ്പിൾ എല്ലാം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. ഓൾ റിലീജിയൻസ് വർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ മതങ്ങളെയും അദ്ദേഹം തുല്യമായിട്ട് തന്നെ കണ്ടു. പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീവ്സ് ഫ്രീലി. ഏത് മതത്തിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം, ഫോളോ ചെയ്യാം. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി എറുഡിഷൻ ആൻഡ് ഓതേർഡ് ദ വർക്ക്സ് അമുക്ത മാല്യത. കൃഷ്ണദേവരായരുടെ ബുക്കുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ വർക്കാണ് അമുക്ത മാല്യത ആൻഡ് ജാംബവതി കല്യാണം. ഇത് വേണം, അമുക്ത മാല്യത, ജാംബവതി കല്യാണം. ആൻഡ് ഹി പ്രൊമോട്ടഡ് തെലുഗു, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗജാസ്. കൃഷ്ണദേവരായരുടെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെയാണ് അഷ്ടദിഗജങ്ങൾ എന്ന് പറയുക കേട്ടോ. അഷ്ടദിഗജാസ് പഠിച്ചു വയ്ക്കുക. കൃഷ്ണദേവരായർ രാജാവാണ്, അദ്ദേഹത്തിൻ്റെ സദസ്സ്, കോർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജസഭ, അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, സ്കോളേഴ്സിൻ്റെ പേരാണ് അഷ്ടദിഗജാസ്. അദ്ദേഹം കൃഷ്ണദേവരായർ എഴുതിയ രണ്ട് ബുക്കുകളാണ് അമുക്ത മാല്യതയും ജാംബവതി കല്യാണം. ഇത്രയും ഇവിടെ നിന്ന് നിങ്ങൾ നന്നായി തന്നെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായർ. അപ്പോൾ നമ്മൾ മുഗൾ ഭരണത്തിൽ പഠിച്ച അക്ബറിൻ്റെ റിലീജിയസ് പോളിസീസും ഇപ്പോൾ പഠിച്ച കൃഷ്ണദേവരായരുടെ റിലീജിയസ് പോളിസീസും തമ്മിൽ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അക്ബർ ചെയ്ത കാര്യങ്ങളാണ്. 1575 അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. എവിടെ? ഫത്തേപൂർ സിക്രി എന്ന അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ. Scholars and dignitaries of various religions gathered here to discuss Akbar's policy of religious tolerance. ഇതൊക്കെ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അക്ബർ ക്രിയേറ്റ് ചെയ്ത മതമാണ് ദിൻ ഇ ഇലാഹി. അതിൻ്റെ അർത്ഥം പീസ് ടു ഓൾ ഓർ സുൽഫി കുൾ എന്നായിരുന്നു. He aimed to clarify the idea that all visions are for the welfare of human beings. അതേപോലെ റിലീജിയസ് മത നികുതി, റിലീജിയസ് ടാക്സ് ജസിയ അദ്ദേഹം ബാൻ ചെയ്തു. Proved that Akbar also followed tolerance in the administrative field. People from all sections were treated equally to in all spheres of the Mughal rule. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൃഷ്ണദേവരായരുടെ റിലീജിയസ് പോളിസീസ് ആണ്. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ജാതി മതങ്ങളുണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് വർ ദ ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. ബ്രാഹ്മിൻസ് തന്നെയായിരുന്നു, പക്ഷേ ഡോമിനൻറ്റ് ഗ്രൂപ്പ്. ദേ വർ എൻടൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദ ടെമ്പിൾസ്. ബ്രാഹ്മിൻസ് യൂസ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറമണീസ് ഇൻ ദ ടെമ്പിൾസ്. അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വർ മെയിൻലി എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ ബ്രാഹ്മിൻസ് ആയിരുന്നു എപ്പോഴും അമ്പലങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നതൊക്കെ ബ്രാഹ്മിൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോളിഗമി പ്രിവൈൽഡ് എമംഗ് ദ വെൽത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും ബഹുഭാര്യത്വം എന്ന് പറയും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ വെൽത്തി ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കൃഷ്ണദേവരായരുടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അക്ബറിൻ്റെ പീരീഡ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അക്ബർ കുറച്ചുകൂടി നല്ല റൂളറാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ഇവരുടെ ഭരണം.
മൊണാർക്കി പ്രിവൈൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. മൊണാർക്കി ആയിരുന്നു ഏകഭരണം. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൺട്രീനെ, രാജ്യത്തെ അവർ മണ്ഡലം, നാടു, സ്ഥല ആൻഡ് ഗ്രാമ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മണ്ഡലം പ്രൊവിൻസസ്, നാടു ഡിസ്ട്രിക്റ്റ് ആണ്, സ്ഥല സബ് ഡിസ്ട്രിക്റ്റ്, ഗ്രാമ വില്ലേജ്. നമ്മൾ അവിടെയും സുഭാഷ് സർക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരുടെ, അക്ബറിൻ്റെ കേസിലും. അതുപോലെ ഇവിടെയുണ്ട്. ദർ വാസ് ക്യാബിനറ്റ് to help the king. The king had the power to demote and punish ministers. There were courts at various levels of administration of justice. The appellate authority was the king himself. Appellate authority king തന്നെയാണ്. Minor offences and labor disputes were dealt by the village court themselves. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഗ്രാമത്തിൻ്റെ കോടതികളിൽ തന്നെയാണ് പരിഹരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഹയർ അതോറിറ്റി രാജാവ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ അഡ്മിനിസ്ട്രേഷനിൽ, ഭരണകാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് റോള് നായകാസ് ആൻഡ് അമരനായകാസിനാണ്. ആരാണ് അമരനായകാസ്? മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് അമരനായകാസ് എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ മിലിറ്ററി കമാൻഡേഴ്സിന് അമരനായക എന്ന് പറയും. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ എസ് അമര. അപ്പോൾ രാജാക്കന്മാർ ഈ ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കും, ഭൂമി കൊടുക്കും. അതിനെയാണ് അമര എന്ന് പറയുന്നത്. അത് ഇവർക്ക് കൊടുക്കും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അപ്പോൾ ആ ഭൂമി, അമര എന്ന് പറയുന്നത് ആ ലാൻഡാണ്. ആ ഒരു ഭൂമിയിലുള്ള ഭരണം നടത്തുന്നത് ഈ ആളുകളായിരിക്കും. അതുകൊണ്ടാണ് അവരെ അമരനായകാസ് എന്ന് വിളിക്കുക. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയസ്. അപ്പോൾ രാജാവ് അവർക്കൊരു ഏരിയ കൊടുക്കണം നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ പറയില്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്രാമം ഫുൾ അവർക്ക് വിട്ടുകൊടുക്കണം. ആ ഗ്രാമത്തിലുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് പിരിക്കാം, അവിടെ അവർ നോക്കി നടത്തുക. ഓക്കെ, അവരാണ് അമരനായകാസ്. അങ്ങനെ അവിടുത്തെ ടാക്സ് ഒക്കെ ഇവർ പിരിച്ചിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ആർക്ക് കൊടുക്കും? രാജാവിന് കൊടുത്താൽ മതി. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സെർട്ടൈൻ നമ്പർ ഓഫ് ഫുഡ് സോൾജേഴ്സ്, ഇൻഫൻട്രി. അവർക്ക് ഇൻഫൻട്രി ഉണ്ടായിരുന്നു, കാലാൾപ്പട ഉണ്ടായിരുന്നു സോൾജേഴ്സിൻ്റെ. അതുപോലെ ഹോഴ്സസ്, കുതിരകൾ, എലിഫൻസ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് സിസ്റ്റം വാസ് കോൾഡ് അമരനായക സിസ്റ്റം. ഇതിനെയാണ് അമരനായക സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക, അമരനായക സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് മാൻസബ്ദാരി അമരനായക പ്രാക്ടീസസിനെ കുറിച്ചിട്ട് കമ്പയർ ലിസ്റ്റാണ്. കമ്പയർ ആൻഡ് ലിസ്റ്റ് ദി മാൻസബ്ദാരി അമരനായക പ്രാക്ടീസസ് ആണ്. അപ്പോൾ അതിതാണ് വരിക. മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മുഗൾ റൂളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അമരനായക സിസ്റ്റം നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൽ വരുന്നതാണ്. അപ്പം മുഗൾ കാലത്ത് മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ടു എക്സ്പാൻഡ് കിങ്ഡം ആസ് വെൽ എസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. എന്തായിരുന്നു? മാൻസബ്ദാരി സിസ്റ്റം ആയിരുന്നു. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് ടു റെജിമെൻറ്റ് അണ്ടർ ഹിം. ഓരോ ഓഫീസറിൻ്റെ അണ്ടറിൽ ഒരു റെജിമെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ടൈറ്റിൽ മാൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവാലറി ഈച്ച് ഓഫീസർ ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. The rank of Mansab was determined by the number of soldiers to be maintained. This system was implemented as an alternative to maintaining the army by paying directly from the state exchequer. Mansabdars were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. The support of the nobles and military was necessary to carry forward the regime strongly. ഇതിൻ്റെ മലയാളം മീനിങ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അത് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ട് അതൊന്ന് കണ്ടു നോക്കുക. അമരനായക നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നായകാസും അമരനായകാസുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. മിലിറ്ററി കമാൻഡേഴ്സാണ് അമരനായക. അവർക്ക് കിങ് ഭൂമി കൊടുക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് അമരനായകാസ്. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദിസ് ഏരിയ. അമരനായകാസ് പെയ്ഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ കിങ്. ദേ ഓൾസോ മെയിൻറ്റെയിൻ എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലിഫൻസ്. ഇപ്പം നമ്മൾ വായിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മളിത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് മാൻസബ്ദാരിയുടെയും അമരനായകയുടെയും പഠിച്ചിട്ട് വേണം ലിസ്റ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഇനി സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്. വിജയനഗര സൊസൈറ്റിയിൽ ഒരുപാട് കാസ്റ്റും റിലീജിയൻസൊക്കെ ഉണ്ടായിരുന്നു. ബ്രാഹ്മിൺസ് തന്നെയായിരുന്നു ഡോമിനൻറ്റ് ഗ്രൂപ്പ്. They were entitled to revenue from the land allotted to temples. Brahmins used to lead the rituals and religious ceremonies in the temples. Brahmins ആണ് എല്ലാ കാര്യങ്ങളും, അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബ്രാഹ്മിൻസ് ആണ്. ബാക്കിയുള്ള ആളുകൾ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ് എംപ്ലോയ്ഡ് വിമൺ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. സ്ത്രീകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ട് സെക്ഷനിൽ, അതുപോലെ തന്നെ റോയൽ പാലസിൽ അക്കൗണ്ട്സ് നോക്കുന്നതും ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ത്രീകളായിരുന്നു. പോളിഗമി നിലനിന്നിരുന്നു. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വർ ഓൾസോ പ്രിവാലന്റ് ഇൻ ദ സൊസൈറ്റി.
ഇതിൽ പോളിഗമി എന്ന് പറയുന്നത് വെൽത്തി, കുറച്ച് പൈസ ഉള്ള, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ബഹുഭാര്യത്വം എന്ന് പറയും നമ്മൾ, ഒന്നിൽ കൂടുതൽ ഭാര്യമാർ അവർ ഉണ്ടായിരുന്നു. അതുപോലെ അന്ന് ചൈൽഡ് മാരേജും സതി എല്ലാം നിലനിന്നിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു കേട്ടോ. ഇനി ഡൊമിംഗോ പയസ് എന്ന് പറഞ്ഞ പോർച്ചുഗീസ് ട്രാവലർ വിജയനഗര സാമ്രാജ്യം വിസിറ്റ് ചെയ്തപ്പോൾ എഴുതിയ ഒരു കാര്യമാണ്, വായിച്ചു നോക്കുക ആ ട്രാവലോഗ്. Many travelers who visited that country recorded the grandeur and richness of Vijayanagara. The main occupation of the people was agriculture തന്നെയായിരുന്നു. കൃഷിയാണ് അന്നത്തെ ആളുകളുടെ മെയിൻ occupation. പിന്നെ സിൽക്ക്, കോട്ടൺ എല്ലാം കോമൺലി യൂസ് ചെയ്ത ക്ലോത്ത് ആണ്. ഇറിഗേഷൻ ഉണ്ടായിരുന്നു അരിഡ് ഏരിയാസിൽ. പിന്നെ കമലപുരം ലേക്ക് ഉണ്ടായിരുന്നു, 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു. ഹിറിയ കനാൽ ആൻഡ് ദ ഡാം അക്രോസ് തുംഗഭദ്ര റിവർ ഒക്കെ അഗ്രികൾച്ചർ സ്ട്രെങ്തൻ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ലാൻഡ് സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സ് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ ലാൻഡ് ടാക്സ് കൂടാതെ മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ഏതൊക്കെയായിരുന്നു? ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം, പ്രൊഫഷണൽ ടാക്സ് ഉണ്ടായിരുന്നു, തൊഴിൽ നികുതി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ടാക്സ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഫീസ് എല്ലാം അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. വിജയനഗരത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. വിജയനഗര ഡെവലപ്ഡ് ഇൻ ടു എ മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. പതുക്കെ കച്ചവട കേന്ദ്രമായി വിജയനഗര സാമ്രാജ്യം മാറി. Traders from different parts of India and the world flocked to the famous city of Vijayanagara. പല കച്ചവടക്കാരും ഒഴുകിയെത്തി വിജയനഗരത്തിലേക്ക്. എന്താണ്? റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ ഫോറിൻ ട്രേഡിനെ എൻകറേജ് ചെയ്ത ആളുകളാണ്. ദ പോർച്ചുഗീസ് ആൻഡ് അറബ്സ് ഹാഡ് മോണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. അപ്പോൾ പിന്നീട് അവിടേക്ക് പോർച്ചുഗീസുകാർ വന്നു, അറബികൾ വന്നു. അങ്ങനെ അവർ ഈ കച്ചവടത്തിൻ്റെ അധികാരം അവർ ഏറ്റെടുക്കും. മോണോപ്പൊളി അവരുടെ കയ്യിലേക്ക് എത്തുകയാണ്. അതായത് പോർച്ചുഗീസുകാരും അറബികളും വന്നിട്ട് റൂളേഴ്സിനെ ഇതാക്കി അവർ ഈ ഫോറിൻ ട്രേഡിൽ ആധിപത്യം അവർ സ്ഥാപിക്കുകയാണ്. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. അപ്പോൾ ചൈനയുമായിട്ടും ശ്രീലങ്കയുമായിട്ടും എന്തുണ്ടായിരുന്നു? ഇവർക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുതിരകൾ, അതിൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു. ബ്രോഡ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ അറബ്സ്. അറബികളായിരുന്നു മെയിനായിട്ട് അതിനെ അറേബ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ ബ്രോട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നത്. ഹോഴ്സസ് പറയുന്നത് കുതിരകളായിരുന്നു അവർ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറയുന്നത്. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വർ നോൺ ആസ് കുതിരച്ചെട്ടീസ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ട്രേഡേഴ്സിനെയാണ് നമ്മൾ കുതിരച്ചെട്ടീസ് പറയുക. അതായത് ഈ കുതിരകളെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് കുതിരച്ചെട്ടീസ്. ഗ്രാജുവലി പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സ്. പതുക്കെ അറബികളെ തള്ളി മാറ്റിയിട്ട് ആ കച്ചവടത്തിൻ്റെ അധികാരം ആര് കൈയടക്കി? പോർച്ചുഗീസുകാർ. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദ നേഷൻസ് എക്കണോമി. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. ചൈനയുമായിട്ടും ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹസാര റാം ടെമ്പിൾ. ഹംപിയിലെ ഹസാര റാം ടെമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. വിത്തലസ്വാമി ടെമ്പിൾ ആണ്, ഹംപിയിലെ വിത്തലസ്വാമി ടെമ്പിൾ ആണ്. അവരുടെ കൺസ്ട്രക്ഷൻ നോക്കൂ, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് അന്നത്തെ. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് കൾച്ചറൽ ലൈഫ് ഒരുപാട് പ്രോഗ്രസ് നേടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്കൂൾസ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു. വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. പിന്നെ കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വേർ പാട്രോൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഈ ആർട്ടും ലിറ്ററേച്ചറും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാട്രോൺസ് ആയിരുന്നു കൃഷ്ണദേവരായനെ പോലുള്ള കിങ്സ്. The Dravidian style of sculpture was dominant during this period. ഇതാണ് ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഈ കാണുന്നത് മുഗളന്മാരുടെ നമ്മളൊരു മകുടം പോലെ ആയിരുന്നു ഈ മുസ്ലിം പള്ളീസിൻ്റെ ഒരു മോഡലാണ് അവരുടെ. പക്ഷേ ഇവരുടെ നോക്കൂ, നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ ദ്രവിഡിയൻ സ്റ്റൈൽ നല്ല ഡിഫറെൻ്റ് ആണ്. Another important feature of Vijayanagara style of sculpture was the gigantic temple gates known as ഗോപുരംസ്. അപ്പോൾ ഇവരുടെ ടെമ്പിൾ ഗേറ്റ്സ്, ഗോപുരംസ്, ഈ ഗോപുരംസ് വളരെ ഫേമസ് ആണ്. ടെമ്പിൾ ഗേറ്റ്സിനെയാണ് ഗോപുരംസ് എന്ന് പറയുക. ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. തെലുഗു ലിറ്ററേച്ചർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സാൻസ്ക്രിറ്റ് വർക്ക്സും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റീജിയണൽ ലാംഗ്വേജസിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ പീരീഡിൽ. ഇനി നമുക്കിതിൽ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ആണുള്ളത്. ആദ്യത്തെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി വരുന്നത് ക്രിയേറ്റ് ഡിജിറ്റൽ ആൽബമാണ്. അതായത് പിക്ചർ കളക്ട് ചെയ്യുക, റിലേറ്റഡ് ടു ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് വിജയനഗര പീരീഡ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. രണ്ടാമത് നമ്മൾ തന്നിരിക്കുന്നത് ദ അച്ചീവ്മെൻറ്റ്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ അവർ എക്സംപ്ലറി. കമ്പയർ ദിയർ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ക്ലൂസ് ആൻഡ് ഓർഗനൈസ് എ സെമിനാർ ആണ്. സെമിനാർ ഗവർണൻസ്, വെൽത്ത്, കൾച്ചർ, ജസ്റ്റിസ് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ആ സെമിനാർ എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അത് ഞാനിവിടെ തന്നിട്ടുണ്ട്, കണ്ടല്ലോ.
ഇത് വേണ്ടവരൊന്ന് നോട്ട് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ടൈറ്റിൽ കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ, ഗവേണൻസ്, അക്ബറിൻ്റെ ഗവേണൻസ് എങ്ങനെയാണ്, കൃഷ്ണദേവരായരുടെ എങ്ങനെയാണെന്ന് എഴുതണം ആദ്യം. അതുപോലെ കൾച്ചർ, അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും കൾച്ചേഴ്സ്, വെൽത്ത്, അതും ഇവർ രണ്ടാളുടെയും. അപ്പോൾ ഇതെല്ലാം എഴുതിയെടുക്കുക ആവശ്യമുള്ളവർ. ജസ്റ്റിസ്, കൺക്ലൂഷൻ കൊടുക്കുക കേട്ടോ. ഇനി നമുക്കുള്ളത് മുഗൾ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു കമ്പയറിംഗ് ടേബിളാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ മൊണാർക്കിയാണ്, വിജയനഗരവും മൊണാർക്കിയാണ്. മാൻസബ്ദാരി സിസ്റ്റം, റിലീജിയസ് ടോളറൻസ്, ഉറുദു ലാംഗ്വേജ്, ഇന്തോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ. വിജയനഗരത്തിൽ അമരനായക സിസ്റ്റം, റിലീജിയസ് ടോളറൻസ്, സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, ദ്രാവിഡ സ്റ്റൈൽ ഇൻ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ കൊടുക്കാനാണ്. എബൌട്ട് ദ ഇൻ്റഗ്രേഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഡ്യൂറിങ് ദ മുഗൾ റൂളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്, ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. തുടർന്ന് ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ ലൈക്കുകൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.